ഹായ്, ഹലോ, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണതേ നമ്മുടെ സാധാരണ ഹോട്ടലിലൊക്കെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊപ്പം കിട്ടുന്ന ഒരു ഗ്രീൻ പീസ് കറി. ഭയങ്കര എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കറിയാണ്. നമുക്ക് കുക്കറിൽ തന്നെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു കറിയാണ്. എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി. അപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ നമ്മൾ ഗ്രീൻ പീസ് കറി എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് വേറെ വെജിറ്റബിൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ ഒരു വെജിറ്റബിൾ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതൊന്നുകൂടി ടേസ്റ്റ് ആണ്. ഇപ്പൊ ഗ്രീൻ പീസ് തന്നെയായിട്ട് വേണമെങ്കിൽ അങ്ങനെയും പ്രിപ്പയർ ചെയ്യാം. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. അതില് ചെറിയ ടിപ്സ് ഒക്കെ ഉണ്ട്, ചില കാര്യങ്ങൾ അതും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാണ്ടാവും. അത് പ്രിൻസേട്ടൻ എന്താ വെച്ചാല് നമ്മള് കുറച്ച് പ്രാവശ്യമായി ഇത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഉണ്ടാക്കും. എന്നാൽ ചോറിനും കഴിക്കാൻ നല്ലതാണ്. അപ്പൊ ഇന്നലെ ഇവിടെ ചോറിന് വീണ്ടും ഉണ്ടാക്കി ഈ കറി. അതൊക്കെ നമ്മൾ ഉണ്ടാക്കാറുള്ള ഒരു കറിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്ക് ഗ്രീൻ പീസ് ഉണക്ക ഗ്രീൻ പീസാണ് വേണ്ടത്. അത് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് അളവിൽ ഗ്രീൻ പീസ് ഞാൻ കുറേ നേരമായിട്ടാണ് കുതിർത്തിട്ട്, ഒരു 8 മണിക്കൂറോളം കുതിർത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ഞാൻ ആദ്യം കഴുകി ഇട്ടത്, അതിന് വീണ്ടും ഞാൻ കഴുകി വെള്ളത്തിലിട്ടു. ഇനി നമുക്കിത് കുക്കറിലേക്ക് ആഡ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. വളറ്റിലും പിടിക്കലൊന്നും ഇല്ല. അതുപോലെ ഹെൽത്തിയാണ്. ഗ്രീൻ പീസ് കുക്കറിൽ എത്ര വിസിലാ? ഗ്രീൻ പീസ് നമുക്കൊരു 3 വിസില്, മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ അടിച്ചാൽ നന്നായി വരും. അല്ല, ഇനി ഇതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാണ്. എന്താ കാരണം എന്ന് വെച്ചാല് ഒറ്റയടിക്ക് ഇടാണ്. അതായത് ഇനി ഉണ്ട് കുറച്ച്. ഇതിപ്പോ മുളക്, നമ്മൾ പച്ചമുളക് ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിന്റെ എരിവാണ് കൂടുതലായിട്ട് നിക്കണത്, നിക്കണ്ടത്. തക്കാളി വേണമെങ്കിൽ 2 അല്ല, ഒരെണ്ണം. ഒരു തക്കാളി, ഒരു വലിയ സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 വേപ്പിന്റെ ഇല, ഒരു അര സ്പൂൺ ഇല്ല, 1/4 ടീസ്പൂണും വീതം ഇതാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ്. അപ്പൊ ഇതെല്ലാതും നമ്മുടെ കുക്കറിലേക്ക് ആഡ് ചെയ്യാം. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ വളറ്റലൊന്നും ഇല്ല, എണ്ണ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഹെൽത്തിയും കൂടിയാണ്. ഇപ്പൊ ഡയറ്റ് നോക്കണവർക്കൊക്കെ ആണെങ്കിൽ ഒരു വെജിറ്റബിൾ കറി എന്നുള്ളൊരു നിലയ്ക്കും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഇതിലിനിയിപ്പോ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പ് ഞാൻ എടുത്തില്ല അല്ല അവിടുന്ന്. ഉപ്പ് ആഡ് ചെയ്യണം. കുറച്ച് വെള്ളം അവിടെ ഇരിക്കാം. മോളിൽ നിന്ന് എടുത്തോ. ഉപ്പ് ഒരു ടീസ്പൂൺ, ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വെള്ളം ആഡ് ചെയ്തിട്ട്, ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് 3 വിസിലടുപ്പിക്കാം. മുങ്ങിയെടുക്കണ വെള്ളം ഒഴിക്കാം. ഈ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിരിക്കുമ്പോൾ അത് കുറുകി വരും. പിന്നെ നമ്മൾ ചെറുതായിട്ട് കുറുകാനുള്ള ഒരു ഇത് കൂടി ഉണ്ട്, ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഇത് 3 വിസിലടിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ പരിപാടി ഉണ്ട്. നമ്മളിവിടെ ഒരു 1/4 കപ്പ് നാളികേരം, പിന്നെ കുറച്ച് നട്ട്സ് കുതിർത്തിട്ട്, ഒരു 8-9 ഇടാണ്. അത് നടു പൊളിഞ്ഞിട്ടുള്ളതാണ്, അപ്പൊ അതിന് മനസ്സിലാവാത്തത്. ഒരു 8 എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ എടുത്തേക്കുന്നത് പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ. ഇതാണ് 3 ഇൻഗ്രീഡിയന്റ്. ഈ 3 ഇത് കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ കപ്പിലിട്ടിട്ട് അസലായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ 3 വിസിൽ അടിച്ചിവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവറാണ് ഞാൻ എടുത്തേക്കണത്. ഞാൻ പറഞ്ഞു ഏതെങ്കിലും വെജിറ്റബിൾ നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞേ. അപ്പോൾ ഇവിടെ കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ക്യാരറ്റ് വേണമെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാം. കോളിഫ്ലവർ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഈ കോളിഫ്ലവർ എന്താ വെച്ചാൽ നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഞാൻ വാഷ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഞാൻ വാഷ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഇത്രയും 3 പീസായിട്ട് നുറുക്കി ഇട്ടേക്കണം കേട്ടോ. ഇത് നമുക്ക് ഇനി നേരെ ഇടാം. എന്ന് വെച്ചാൽ നന്നായി കഴുകിയതാണ്. നേരെ കുക്കറിൽ തുറന്നിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ ഗ്രീൻ പീസ് വെന്തുണ്ട് നന്നായിട്ട്. ഇതിലൊന്ന് നമ്മൾ കോളിഫ്ലവർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. അതായത് കുക്കർ അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് ചൂടാക്കി ഒരു വിസിലടിക്കണ്ട, തിളച്ചാലേ അപ്പം ഒന്ന് കോളിഫ്ലവർ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ ആയിട്ട് നമ്മൾ അരപ്പ് തിളപ്പിച്ചാലും ആവും. അതുവരയ്ക്കും അപ്പോൾ ഓപ്പൺ ചെയ്യാല്ലേ. അപ്പോൾ കോളിഫ്ലവറും കൂടി ഇട്ട് അങ്ങനെ ജസ്റ്റ് അതൊന്ന് ആവി കയറ്റിൻ്റെ. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് നന്നായി ചേർത്ത് കൊടുക്കുക. ഈ അരപ്പിന് നമ്മുടെ ഇതൊക്കെ ഇട്ട കാരണം നല്ല കൊഴുപ്പാണ് കേട്ടോ. നട്ട്സേ അരച്ചത് കൊണ്ട് നാളികേരം വളരെ കുറവേ വേണ്ടു. നമ്മൾ ഒരു 1/4 കപ്പിന് ജസ്റ്റ് ഒരു പൊടി കൂടി കൂടുതൽ അത്രേ എടുത്തിട്ടുള്ളൂ. വെള്ളം ഒഴിക്കാല്ലേ, കുറച്ച് വെള്ളം മതി. അടുപ്പ് ഞാൻ കത്തിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് ഉപ്പില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ കൂട്ടാൻ സെറ്റായി കഴിഞ്ഞു. ഇനി ഒന്ന് കാച്ചിട്ടാൽ മതി. ഇത്രയേ ഉള്ളൂ. നല്ല നല്ല ടേസ്റ്റാണ് ഈ കറിക്കീൻ്റെ. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു കറി ഈ ഒരു രീതിയിൽ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കുന്നത് എനിക്കിവിടെ ചോറിനും ഇഷ്ടമാണ്. പൊറോട്ടയ്ക്കും നല്ലത്, ചോറിന് ടേസ്റ്റാണ്. ഇന്നലെ നമ്മൾ ഇതിനാണ് കഴിച്ചത്. ഇനി നമുക്കൊന്ന് കാച്ചാം. നമ്മൾ ഇതിൽ എണ്ണ ഒഴിക്കണം കേട്ടോ, കുറച്ച്, വളരെ കുറച്ച് എണ്ണ മതി. ഇതല്ലെങ്കിൽ നമുക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ആയാലും 1 ടീസ്പൂൺ ടേസ്റ്റ് ഉണ്ടാവും. പൊരിക്കും. ഇതന്നെ നമുക്ക് നല്ല ടേസ്റ്റാണ്. ഇതന്നെ നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ നെയ്യ് ഒരു തരി, ഒരു ടീസ്പൂണിന് താഴെ നെയ്യിട്ടാൽ മതി. അതിൽ കടുക് പൊട്ടിച്ചാൽ വേറൊരു ടേസ്റ്റ്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ അല്ല 1/2 ടീസ്പൂൺ കടുക്. അതൊന്നും വേണ്ട. മുളക് ഒരു 2-3 എണ്ണം, കറിവേപ്പിലും. ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട്, നല്ല ചൂടാ. അപ്പോൾ പിടിക്കണ്ടാണ്. അങ്ങനെ നമ്മൾ മൂപ്പിച്ച് ഇതിൻ്റെ കൂട്ടാൻ്റെ മുകളിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ കൂട്ടാൻ്റെ ഒന്നുമില്ല, ഒരു സിമ്പിൾ ഗ്രീൻ പീസ് മസാല കറി. അത്രേ ഉള്ളൂ. സിമ്പിളാണ്, നല്ല ടേസ്റ്റാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കാം. പിന്നെ ഞാൻ പറയും, കാരണം വെച്ചാൽ അതിൻ്റെ ഫ്ലേവർ ഈ കുട്ടികളുടെ ടിപ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് ഈ എരിവൊക്കെ കുറവ് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ചിലരുടെ വയറിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഉള്ളവരുണ്ട്. അവർക്ക് ഈ കൂട്ടാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. പച്ചമുളകൊക്കെ ഒരെണ്ണിട്ട് ഒരു 1/4 ടീസ്പൂൺ വരുമ്പോൾ അതിൻ്റെ ഒരു റിച്ച്നെസ്സും വരുമ്പോൾ എരിവ് അധികം ഇല്ലാത്ത കറി. കൂടുതൽ എരിവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്താൽ മതി.